ദൈവനാമത്തിൽ എല്ലാവർക്കും എൻ്റെ വന്ദനം. വീണ്ടും നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുന്നവനും വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും ചില ചിന്തകൾ പങ്കുവയ്ക്കാൻ എന്നെ ഒരുക്കിയ ദൈവത്തോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. നാം ഇപ്പോൾ കടന്നു പോകുന്നത് പ്രകൃതി ദുരന്തങ്ങളുടെയും തീവ്ര മഴയുടെയും ഉരുൾപൊട്ടലിൻ്റെയും ഒക്കെ ഒരു കാലത്താണ്. ഓരോ ദിവസവും നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് വളരെ ദുഃഖകരമായ വാർത്തകളാണ്. എല്ലാം നഷ്ടപ്പെട്ടവർ അനേകം, പ്രിയപ്പെട്ടവരെയൊക്കെ നഷ്ടപ്പെട്ടവർ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമ്മൾക്ക് വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി യോബ് 1 അധ്യായം 19 വാക്യം. ജോബ് ചാപ്റ്റർ 1 വേഴ്സ് 19. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് വന്ന് വീടിൻ്റെ 4 മൂലയ്ക്കും അടിച്ചു. അത് യൗവനക്കാരുടെ മേൽ വീണു. അവർ മരിച്ചുപോയി. വിവരം നിന്നെ അറിയിക്കാൻ ഞാനൊരുത്തൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ വരുന്നത്? എന്തുകൊണ്ടാണ് ജീവിതത്തിൽ കഷ്ടതകൾ വരുന്നത്? യോബ് നീതിമാനായിരുന്നു, ദൈവഭക്തിയും ദൈവഭയവും ഉള്ളവനായിരുന്നു. എന്നിട്ടും അവൻ്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റുണ്ടായി. അവനെല്ലാം നഷ്ടപ്പെട്ടു. നമ്മുടെയൊക്കെ ജീവിതത്തിലും കൊടുങ്കാറ്റുണ്ടാകാറുണ്ട്. ചിലപ്പോൾ നമ്മെ മാത്രം ബാധിക്കും, അടുത്തുള്ള ആരെയും ബാധിക്കില്ല. ചിലർക്ക് മാത്രമുണ്ടാകുന്ന പ്രയാസങ്ങൾ മറ്റുള്ളവരൊക്കെ നല്ല സുഖമായി സന്തോഷമായി കഴിയുന്നു. അവിടെ കൊടുങ്കാറ്റില്ല. ചിലർക്ക് മാത്രം, ചില വ്യക്തികൾക്ക് മാത്രം അടിക്കുന്നതായ കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ്. യോബ് ഭക്തനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, സത്യസന്ധനായിരുന്നു. അങ്ങനെയുള്ളവർ ചുരുക്കമാണ് ഈ കാലഘട്ടത്തിൽ. സത്യവും നീതിയും നേരുമുള്ളവൻ. യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കും. എന്നാൽ ജീവിതത്തിൽ പല കൊടുങ്കാറ്റുകളെയും അഭിമുഖീകരിക്കേണ്ടതായി വരും. ആരായാലും ശരി, ചെറുതും വലുതുമായ കൊടുങ്കാറ്റുകളെ നേരിടേണ്ടതായി വരും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാവാം. പെട്ടെന്നുള്ള അത്യാഹിതങ്ങൾ, അപകടങ്ങൾ, യാതനകൾ, വേദനകൾ, രോഗങ്ങൾ, പെട്ടെന്നുള്ള മരണം, ഏറ്റവും പ്രിയപ്പെട്ടവരുടെ നഷ്ടങ്ങൾ, പരാജയങ്ങൾ, തോൽവി, കടഭാരം, ജോലി നഷ്ടപ്പെട്ടവൾ, ജീവിതത്തിലെ പരാജയങ്ങൾ, സ്വന്തം വീട്ടിൽ നിന്നുള്ള എതിർപ്പുകൾ, ഒറ്റപ്പെടൽ, അപവാദങ്ങൾ, നിന്ന, പരിഹാസം, വിവിധ തരത്തിലുള്ള പ്രതിസന്ധികൾ ഓരോരുത്തരെയും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ഈ കഷ്ടതകൾ എനിക്ക് മാത്രം എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമാണ് യോബിൻ്റെ പുസ്തകം നമുക്ക് കാണിച്ചു തരുന്നത്. ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ, ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ സമൂഹത്തിൽ നിന്നും എനിക്ക് എതിർപ്പുകൾ വരുന്നു. എന്താണ് അതിന് കാരണം? എല്ലാവരുടെയും ഒരു സംശയമാണ്, ഒരു ചോദ്യമാണ്. ആദ്യകാലം മുതൽ ധാരാളം ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. സങ്കീർത്തനം 73 ഇങ്ങനെ പറയുന്നുണ്ട്. ചുരുക്കം ചില വാക്യങ്ങൾ മാത്രം ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 73 അധ്യായം 2 മുതൽ 6 വരെ ഇങ്ങനെ കാണുവാൻ സാധിക്കും. സാംസ് ചാപ്റ്റർ 73 2-6. എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി, എൻ്റെ കാലടികൾ ഏകദേശം വഴുതിപ്പോയി.
ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ, അവരുടെ ദേഹം തടിച്ചിരിക്കുന്നു. അവർ മർത്യരെ പോലെ കഷ്ടത്തിലാക്കുന്നില്ല, മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല. സങ്കീർത്തനക്കാരനും പറയുന്നത് നമ്മോടൊപ്പം തന്നെ ഇതൊക്കെയാണ്. അവർ ദൈവഭക്തി ഇല്ലാത്തവരാണ്, അവർ നീതി ചെയ്യുന്നില്ല, എന്നിട്ടും അവർക്കൊന്നും പറ്റുന്നില്ല. ഒരു കഷ്ടതയും ഒരു വേദനയുമില്ല. അവർ അനുദിനം വളരെ പുഷ്ടിയുള്ളവരായിരിക്കുന്നു. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് അഹങ്കാരികളോട് എനിക്ക് അസൂയ തോന്നുന്നു. അവർക്ക് വേദന ഒട്ടുമില്ല. ദുഷ്ടന്മാർ നിത്യം അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. എന്നാൽ എന്താണ് എനിക്ക് സംഭവിച്ചത്? എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ നിന്ന് കഴുകിയതും വ്യർത്ഥമായല്ലോ, വെറുതെ ആയിപ്പോയല്ലോ. നാം ഓരോരുത്തരും ചിന്തിക്കുന്ന ഇതൊക്കെ തന്നെയല്ലേ പ്രിയപ്പെട്ടവരെ? പലപ്പോഴെങ്കിലും നാമൊക്കെ ഇങ്ങനെ ചിന്തിക്കാറില്ലേ? ഇതൊക്കെ തന്നെയല്ലേ നാം ചിന്തിക്കുന്നത്? എന്തുകൊണ്ട് ദൈവമക്കൾ പീഡിക്കപ്പെടുന്നു, ദുഷ്ടന്മാർ അഭിവൃദ്ധിപ്പെടുന്നു? ഈ ചോദ്യമാണ് നമ്മോടൊപ്പം സങ്കീർത്തനത്തിലും ചോദിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഉത്തരവും അവസാന ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. 73 സങ്കീർത്തനം 73-ാം അധ്യായം 27-ഉം 28-ഉം ഇങ്ങനെ നമുക്ക് കാണുവാൻ സാധിക്കും. സാംസ് ചാപ്റ്റർ 73, 27 and 28. നാം ഇതാ നിന്നോട് അകന്നിരിക്കുന്നവർ നശിച്ചു പോകും, നിന്നെ വിട്ട് പരസംഗം ചെയ്യുന്നവർ എല്ലാവരെയും നീ സംഹരിക്കും. എന്നാൽ ദൈവത്തോടടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു. നീ എൻ്റെ വലം കൈ പിടിച്ചിരിക്കുന്നു, നിന്നോട് അകന്നിരിക്കുന്നവരൊക്കെ നശിച്ചു പോകും. ദൈവത്തോടടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. എന്തുകൊണ്ടാണ് ജീവിതത്തിൽ കൊടുങ്കാറ്റ് വരുന്നത്? യോബിൻ്റെ കാര്യത്തിൽ വളരെ ദൈവഭക്തനായിരുന്നു, വിശ്വാസിയായിരുന്നു, നേരുള്ളവനായിരുന്നു. സമ്പന്നമായ കുടുംബം, ഒന്നിനും ഒരു കുറവുമില്ല. മക്കളുണ്ട്, ആടുമാടുകളൊക്കെ ഉണ്ട്, ഒന്നിനും ഒരു കുറവുമില്ല. മൂത്ത മകൻ്റെ വീട്ടിൽ എല്ലാവരും ഒന്നിച്ചുകൂടി. അപ്പോഴാണ് ഒരു വലിയ ചുഴലിക്കാറ്റുണ്ടായത്. അവിടെ മാത്രം, മറ്റൊരിടത്തുമില്ല. അവിടെ മാത്രം എല്ലാം തകർന്നു. യോബ് തകർന്നു പോയി. മക്കളെ മാത്രമല്ല, അവരുടെ സമ്പത്തും അവരുടെ വീടും അവരുടെ ജോലിക്കാരും അവരുടെ ആടുമാടുകളും ഒക്കെ നശിച്ചു പോയി. താങ്ങാൻ പറ്റാത്ത അവസ്ഥ. യോബ് തകർന്നു പോയി. എന്നാൽ അവൻ ദൈവഭക്തി ഉള്ളവനായിരുന്നു, വിശ്വാസമുള്ളവനായിരുന്നു. അവൻ പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അങ്ങനെ ആർക്കും പറയാനോ ചിന്തിക്കാനോ അസാധ്യമാണ്. പെട്ടെന്നുള്ള മരണവും തകർച്ചയുമൊക്കെ എന്തുകൊണ്ട് വരുന്നു എന്ന് ഞാൻ എന്തു പാപം ചെയ്തു, ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഒരിടത്ത് മാത്രം കഷ്ടവും കടവുമൊക്കെ വരുന്നു, മറ്റാർക്കുമില്ല. എന്തുകൊണ്ട്? സന്തോഷകരമായിരുന്ന ഒരു ഭവനത്തിൽ ഒരാൾക്ക് മാരകമായ രോഗം വരുന്നു, തകർന്നു പോകും. സമ്പന്നമായിരുന്ന ഒരു കുടുംബം, ഒരു ഭവനം തകർന്നു പോകുന്നു.
സന്തോഷമായിരുന്ന ഒരു ഭവനത്തിൽ പെട്ടെന്ന് കുടുംബജീവിതം, കുടുംബ ബന്ധങ്ങൾ ഒക്കെ തകർന്നു പോകും, ഛിന്ന ഭിന്നമാകുന്നു. നമ്മിൽ നിന്നൊക്കെ വ്യത്യസ്തനായി യോബ് ഉറച്ചു നിന്നു. എന്താണ് അതിന് കാരണം? യോബിന് ചുറ്റും കർത്താവ് ഒരു വേലി കെട്ടി തിരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ യോബിൻ്റെ ജീവിതം കണ്ട് സാത്താന് അസൂയ തോന്നി. അവൻ ദൈവത്തോട് തർക്കിച്ചു, ദൈവത്തെ ചോദ്യം ചെയ്തു. ദൈവം സാത്താന് ഒരു അവസരം കൊടുത്തു. അങ്ങനെയാണ് യോബിന് മാത്രമായി കൊടുങ്കാറ്റടിച്ചതും അവനുള്ളതെല്ലാം നഷ്ടമായതും. ഇവിടെ ഒപ്പം നിൽക്കേണ്ട അവൻ്റെ ഭാര്യയും അവനെ തള്ളിപ്പറഞ്ഞതായി കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പറയണം, കർത്താവേ, എനിക്ക് ചുറ്റും, എൻ്റെ ഭവനത്തിന് ചുറ്റും ഒരു വേലി കെട്ടി തരണമെന്നാണ്. ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ ഒരു സംരക്ഷണം അതിൽ കെട്ടിത്തരണമെന്നാണ്. പിന്നെ നിങ്ങൾക്കൊന്നും ഒരനർത്ഥവും സംഭവിക്കില്ല. യു വിൽ ബി അണ്ടർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ ഓൾമൈറ്റി. നിങ്ങൾ ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിലായിരിക്കും. ഒരു അനർത്ഥവും നിങ്ങൾക്ക് ഉണ്ടാകയില്ല. ഒരു ദുഷ്ടശക്തിക്കും, ഒരു ശത്രുവിനും, ഒരു അയൽക്കാരനും, ഒരു ബന്ധുവിനും, ഒരു സുഹൃത്തിനും ഒന്നും നിങ്ങളെ ഉപദ്രവിക്കാൻ സാധിക്കയില്ല. എന്നാൽ നിങ്ങളുടെ വിശ്വാസം പലപ്പോഴും പരീക്ഷിക്കപ്പെടാം. നിങ്ങൾ പരീക്ഷണത്തിന് വിധേയമാകാം. നിങ്ങളുടെ അനുവാദമില്ലാതെ ആർക്കും നിങ്ങളെ നശിപ്പിക്കാൻ ആവില്ല. നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല. നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത് ഒരു പക്ഷേ അയൽക്കാരനാവാം, സുഹൃത്താവാം, ഏറ്റവും അടുത്ത ബന്ധുവാവാം. നിങ്ങളുടെ സന്തോഷകരമായ ജീവിതം കണ്ട് അവർക്ക് അസൂയ തോന്നും. ഒരു ബാഹ്യശക്തിയുടെ ഇടപെടൽ, ഒരു ബാഹ്യശക്തിയുടെ പ്രേരണ, ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് ഇല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കയില്ല. യോബ് പരീക്ഷണത്തിന് വിധേയനായി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. 3-ാം അധ്യായം മുതൽ 37-ാം അധ്യായം വരെ അവൻ സ്വയം ശപിക്കുന്നതും അവൻ സ്വയം നീതീകരിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, സ്വയം നീതീകരണം കൊടുങ്കാറ്റാണ്, ഏറ്റവും വലിയ പാപമാണ്. ഇന്ന് സ്വയം നീതീകരിക്കുന്ന അനേകം വിശ്വാസികളെ നമുക്ക് കാണുവാൻ സാധിക്കും. കഷ്ടത വരുമ്പോൾ നമ്മുടെ പിന്നിലൊരു ദുഷ്ടശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കണം, ഒരു സാത്താനുണ്ടെന്ന് മനസ്സിലാക്കണം. ഒന്നല്ല, അനേകം. എന്നാൽ ഏത് പൈശാചികൻ വന്നാലും ഉറച്ചു നിൽക്കുമെന്ന് ഒരു ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അതിലകപ്പെടില്ല. ഒരു പൈശാചിക ശക്തികളിലും അകപ്പെടാതെ നിങ്ങളെ തന്നെ സമർപ്പിക്കുക ദൈവത്തിൽ. വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ വയനാട്ടിലേക്ക് തിരിക്കുന്നു. ഞാൻ തുടങ്ങിയത് വയനാടിനെ പറ്റി പറഞ്ഞുകൊണ്ടാണല്ലോ. ഈ അടുത്ത ദിവസം പട്ടാളത്തിൻ്റെ സാന്നിധ്യത്തിൽ വയനാട്ടിൽ തിരച്ചിൽ നടത്തുന്ന പ്രവർത്തകർക്ക് തകർന്നലമാരയുടെ ഷെൽഫിൽ നിന്ന് കിട്ടിയ ഒരു പരാതി കടലാസാണ്. വഴി തർക്കമാണ് വിഷയം. വേലിക്കല്ലുകൾ അടുത്ത പറമ്പിലേക്ക് കയറ്റി വന്നതൊക്കെ ആണ് പരാതി എന്ന് വായിച്ചപ്പോൾ മനസ്സിലായി. ആ പരാതിയിൽ പറഞ്ഞ ഇരുകൂട്ടരും ഇന്ന് മണ്ണിനടിയിലാണ്.
പരിക്ക് പറ്റാത്ത പരാതിപത്രം മാത്രം ബാക്കിയായി. തർക്കത്തിലുണ്ടായിരുന്ന വേലിക്കല്ലും ഇരുപറമ്പും ഒരു മൈതാനം പോലെ ആയിരിക്കുന്നു. വാശിയും വൈരാഗ്യവും തർക്കവും പകയും ഈഗോയും കേസുമൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കൊണ്ട് നടക്കുന്ന മനുഷ്യർക്ക് വയനാട് ദുരന്തഭൂമി ഒരു പാഠമാണ്. പ്രിയപ്പെട്ടവരെ, ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടി ചിന്തിക്കുന്നത് നന്നായിരിക്കും. പിന്നീട് ഒരവസരം കിട്ടുമോയെന്ന് ആർക്കറിയാം. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഈ സന്ദേശം നൽകിയത് ജോർജ് ജൂനിയർ, കിഴക്കേ വീട്.